നമസ്കാരം. കലോത്സവ വാർത്തകളും വിശേഷങ്ങളുമായി കലയാട്ടത്തിലേക്ക് സ്വാഗതം. എന്തായാലും മത്സരങ്ങൾ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ന് വളരെ കുറച്ച് മത്സരങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഒരു കലാമാമാങ്കം കൂടെ കൊട്ടി കയറിയ കലാമാമാങ്കം കൊടിയിറങ്ങുകയാണ്. ഉത്സവങ്ങൾ ഒക്കെ എന്തായാലും ഈ ഉത്സവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ കഴിയുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട്. അതുപോലെ കലോത്സവ വേദിയിൽ ആസ്വാദകർക്കും അങ്ങനെ ഒരു സങ്കടവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രത്തോളം ആൾക്കാരുടെ സജീവമായ പങ്കാളിത്തവും സാന്നിധ്യവും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു പല വേദികളും. അപ്പോൾ ഓരോ ഉത്സവങ്ങൾ കൊടിയിറങ്ങുമ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്, സങ്കടം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് മത്സരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നൊരു ഘട്ടം കൂടിയാണല്ലോ ഇത്. ഏതൊക്കെ വേദികളിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിക വിവരങ്ങൾ നൽകും. സ്വാലി, ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണുള്ളത്, ഏതൊക്കെ വേദികളിലാണുള്ളത്? ഒപ്പം പോയിന്റ് നില സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയിലെത്താറായിട്ടുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് അരുൺ? വലിയ ഒരു തിരക്കാണ് ഇന്നലെ നമ്മൾ കലോത്സവ വേദിയിൽ കണ്ടത്. ഇന്നും സമാന രീതിയിൽ തന്നെ ആളുകൾ വേദികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാന മത്സരങ്ങളൊന്നും ഇന്ന് ആരംഭിച്ചിട്ടില്ലെങ്കിലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലത്തേതിന് സമാനമായ ഒരു തിരക്ക് ഇന്ന് നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇനി ഒരു ദിവസം മാത്രമാണ് കലോത്സവം അവശേഷിക്കുന്നത്. 232 മത്സരങ്ങളിൽ 198 എണ്ണവും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 34 ഇനങ്ങളാണ്. ഇതിൽ 30 എണ്ണവും ഇന്ന് തന്നെ നടക്കും. 4 എണ്ണം മാത്രമാണ് നാളെ ഉണ്ടാവുന്നത്. ഇന്നലെ 2 മണിക്ക് വേദി 14 ആരംഭിച്ച നാടക മത്സരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 32 അപ്പീൽ ഉൾപ്പെടെ 32 നാടകങ്ങളാണ് വേദിയിലെത്തിയത്. അതിൽ 27 എണ്ണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. ഇന്ന് ഉച്ചയോടെ ആയിരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ നാടക മത്സരം പൂർത്തിയാവുക. പക്ഷേ അതിനുശേഷം അതേ വേദിയിൽ മറ്റു മത്സരങ്ങളില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. ഇന്ന് പോയിന്റ് നില ഇത്രയും ഫലം വന്നപ്പോൾ പാലക്കാട് ജില്ല 806 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പതിവ് പോലെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ കാണുന്നു. കോഴിക്കോട് ജില്ല 800 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. അപ്പീലുകൾ ഉൾപ്പെടെ നിരവധി മത്സരങ്ങളുടെ ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. കണ്ണൂർ ജില്ലയാണ് 3ാം സ്ഥാനത്ത് 793 പോയിന്റുമായി. തൃശ്ശൂർ ജില്ല 790 പോയിന്റ്, മലപ്പുറം 784, എറണാകുളം 762, കൊല്ലം 743, ആലപ്പുഴയും 743, തിരുവനന്തപുരം 718, കാസർഗോഡ് 698, ഇടുക്കി 636 എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള പോയിന്റ് നില. ഇന്നലെ പൂർത്തിയായ പല മത്സരങ്ങളുടെയും ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. വേദി 1-ൽ ഇന്ന് പ്രധാനമായി നടക്കുന്ന മത്സരങ്ങൾ. വേദി 1-ൽ ആൺകുട്ടികളുടെ കേരള നടന മത്സരമാണ് ആദ്യം. അതിനുശേഷമാണ് സംഘനൃത്തം, നാടോടി നൃത്തം, വട്ടപ്പാട്ട് തുടങ്ങി ജനപ്രിയ ഇനങ്ങൾ ഇന്നുമുണ്ട്. ഇന്നത്തോടെ തന്നെ മത്സരങ്ങൾ ഏകദേശം പൂർത്തിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അരുൺ? അതെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിനം കൂടാതെ ഒരു ദിനം കൂടിയാണ് കലോത്സവം അവശേഷിക്കുന്നത്. നാളെയാണ് കലോത്സവത്തിന് സമാപനമാകുന്നത്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനമാവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പോയിന്റ് നില എന്നതടക്കമുള്ളൊരു ഏകദേശ ധാരണയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 2007 എന്തായാലും കണ്ണൂരിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത കലാകിരീടം അവർ തിരിച്ചു നൽകിയിട്ടില്ല കോഴിക്കോട്. ഇത്തവണ അത് ആർക്കാണ്, എങ്ങോട്ടേക്കാണ് എന്നതൊക്കെ സംബന്ധിച്ച് ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാം. നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ പോലും ചില മാറിമറിച്ചിലുകൾ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. എപ്പോഴും പറയുന്നത് പോലെ ഈ പോയിന്റ് പട്ടികയുടെ ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടുകയല്ല കലോത്സവത്തെ, മറിച്ച് അത് കുട്ടികളുടെ ഉത്സവമായി മാത്രമാണ് കാണുന്നത്. പിന്നെ ജനറലൈസ് ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ന ജില്ലകൾ മുന്നിൽ നിൽക്കുന്നു എന്ന തീരെ അപ്രധാനമായ കാര്യം പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അത് തീരെ അപ്രധാനമാണ് താനും. കാരണം കുട്ടികളുടെ കലാമേളയാണ്, കലാമാമാങ്കമാണ് എല്ലാത്തിനും മേലെ വലുത്. എന്തായാലും മത്സരങ്ങളുടെ മറ്റു വിവരങ്ങളിലേക്ക് കൂടിയൊക്കെ പോയാൽ നാടോടി നൃത്തം വളരെ മികച്ച നിലവാരം പുലർത്തിയ ഒരു മത്സര ഇനം കൂടിയായിരുന്നു. കലാഭവൻ മണി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അലയടിക്കുന്നുണ്ട് കലോത്സവ വേദികളിൽ. നാടോടി നൃത്തത്തിന് വിഷയം തെരഞ്ഞെടുത്തതും മണിയുടെ ജീവിതമായിരുന്നു. പ്രകൃതിയും കരഞ്ഞൊരാ ദിനത്തിൽ എല്ലാരെയും വിട്ടുപോയില്ലേ, കരൽ രോഗം വന്നു മരിച്ചതാത്ത വിധിയോ അതോ ചതിയോ, നഷ്ടമായതു ഒരു നല്ല ഹൃദയം,
മാനന്തവാടി GVHSലെ ശ്രീരാജാണ് ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗം നാടോടി നൃത്ത വേദിയിലേക്ക് മണിയെ കൂട്ടിക്കൊണ്ടുവന്നത്. മണിച്ചേട്ടൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു നടനും അതുപോലെ എല്ലാമായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ നമ്മളിത് മണിച്ചേട്ടനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആ ഓർമ്മകൾ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കും. നാടൻ പാട്ടിന്റെ ശീലായും നാട്ടുകാരുടെ സഹയാത്രികനായും. മനുഷ്യനായി മാത്രം പിറന്നാൽ മണിക്ക് മരണമില്ലെന്ന് കലോത്സവ വേദികളും അടയാളപ്പെടുത്തുന്നുണ്ട്. ചാലക്കുടിക്കാരുടെ പൊന്നോമനയുടെ ഓർമ്മകൾ വേദിയിലെത്തിച്ച ശ്രീരാജിനും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കുമൊപ്പം വിനിഷ വൃന്ദാവൻ. മേളപ്പെരുക്കത്തിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ തീർക്കുന്ന മട്ടന്നൂരിന്റെ നാടാണിത്. അദ്ദേഹത്തെ ഇതുവരെ ഈ വേദികൾ കണ്ടില്ല, പല തിരക്കുകൾ കൊണ്ടാവും. ഞാനത് ഓർക്കാൻ കാര്യം, നമുക്കിനി ഒരു തായമ്പക ചെണ്ട കേൾക്കാം. മഹാദേവനാണ് അവതരിപ്പിക്കുന്നത്. പത്തനംതിട്ട അയിരൂർ NSS HSSലെ. തുടങ്ങാം. പത്തനംതിട്ട അയിരൂർ HSSലെ NSS HSSലെ മഹാദേവനാണ് നമുക്ക് വേണ്ടി ഈ മനോഹരമായ പെർഫോമൻസ് നടത്തിയത്. ഈ കലോത്സവത്തെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ കഥ കൂടി ഉണ്ടാവും. അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ കഥ പറയാനുണ്ടാകും ഓരോ കലോത്സവത്തിൻ്റെ പിന്നിലും. ഇവിടെയും അങ്ങനെയുണ്ട്. അതായത് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ കുറേ കുട്ടികളുണ്ട്. സ്പോർട്സും കലാമേളയും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് ഒരർത്ഥത്തിൽ എന്നുകൂടി പറയാം. കാരണം ഊട്ടുപുരയിൽ മുതൽ എല്ലായിടത്തും അവർ സജീവമായുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് അവരുടേതായ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവർ നേരെ വരുന്നത് ഈ ഊട്ടുപുരയിലേക്കാണ്. അവിടുന്ന് ഭക്ഷണം എല്ലാവർക്കും വിളമ്പി എല്ലാത്തിനും ശേഷം രാത്രിയാണ് ഈ കുട്ടികൾ തിരിച്ചു പോകുന്നത്. അവരുടെ കഥ കാണാം. സമയം പുലർച്ചെ 5 മണി. ദാ ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുകയായി. പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം ആ അരണ്ട വെളിച്ചത്തിൽ നേരെ ഗ്രൗണ്ടിലേക്ക്. പിന്നെ മണിക്കൂറുകൾ നീളുന്ന പരിശീലനം. ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ, എന്നും ഇങ്ങനെ തന്നെ. പക്ഷെ കലോത്സവം ഇവരുടെ ദിനചര്യയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. പുലർച്ചെയുള്ള പരിശീലനത്തിന് ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് തന്നെ. പക്ഷെ പരിശീലനത്തിനല്ല എന്ന് മാത്രം, നമ്മുടെ ഊട്ടുപുരയിലേക്കാണ് ആ പോക്ക്.
തുടങ്ങുന്ന സേവനം രാത്രി 11 വരെ നീളും. ഇടയ്ക്ക് ചില വിശ്രമവേളകൾ മാത്രം. എങ്കിലും ഇവർ പരാതികളോ പരിഭവമോ അറിയിക്കാറില്ലെന്ന് ഇവരുടെ പരിശീലകൻ രാജീവൻ പറയുന്നു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ 100 വിദ്യാർത്ഥികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വളണ്ടിയർമാരായിട്ട്. സ്വമേധയാ അവരുടെ പ്രവർത്തനം ഈ ഭക്ഷണ വിതരണം വിജയകരമാക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ വന്നിട്ടുള്ളതാണ്. കലയുടെ ഉത്സവം അരങ്ങേറുമ്പോൾ ഒരിനമെങ്കിലും കാണാൻ കൊതിയുണ്ടാവില്ലേ ഈ മിടുക്കികൾക്ക്? എന്നാൽ മത്സരം കണ്ടില്ലെങ്കിൽ എന്താ, മത്സരാർത്ഥികളെ പരിചയപ്പെടാറുണ്ടല്ലോ എന്നാണ് ഇവരുടെ പക്ഷം. കാണാൻ പോകുന്നതിലുപരി ഇവിടെ നിന്ന് ഫുഡ് സെർവ് ചെയ്യാനാണ് ഇഷ്ടം. പ്രോഗ്രാം കണ്ടില്ലെങ്കിലും പ്രോഗ്രാം അവതരിച്ച് പിള്ളേരെ പരിചയപ്പെടാൻ കഴിയുന്നുണ്ട്. കായിക താരങ്ങൾ എന്നും കഠിനാധ്വാനികളാണ്. അതിപ്പോ കായികമേളയായാലും കലോത്സവമായാലും. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം അഞ്ജു, ടീം പീപ്പിൾ, കണ്ണൂർ. മേളപ്പെരുക്കത്തിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ തീർക്കുന്ന മട്ടന്നൂരിന്റെ നാടാണ് ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മഹാദേവൻ, പത്തനംതിട്ട അയിരൂർ NSS മഹാദേവൻ നമുക്കൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇങ്ങനെ കുട്ടിക്കയറുന്നത് ഒന്നുകൂടെ കാണാം. അത് കലക്കി. എന്നാലും ഈ ചെണ്ടയുടെ ദ്രുതതാളം നമ്മളെ വല്ലാത്തൊരു മൂഡിലേക്ക് കൊണ്ടുപോകും, ഒരു ഉത്സവ ആഘോഷ മൂഡിലേക്കൊക്കെ കൊണ്ടുപോകും അല്ലേ. ഈ വർണ്ണാഭമായ നിരവധി മത്സരങ്ങൾ കലോത്സവത്തിൽ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള പ്രേക്ഷക പങ്കാളിത്തമുള്ള മത്സരങ്ങളായിരുന്നല്ലോ ഇന്നലെ. ഈ സംഘനൃത്തം വർണ്ണാഭമായ മത്സരങ്ങളാണ്. വർണ്ണം വാരി വിതറിയതുപോലെ, നിറങ്ങൾ ചാലിച്ച് ഇങ്ങനെ ഒഴുക്കിയതുപോലെ തോന്നാറുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് സംഘനൃത്തം. ഈ സംഘനൃത്തത്തിന് കാഴ്ചക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ മത്സരത്തിനും വലിയ ജനപങ്കാളിത്തമായിരുന്നു. പക്ഷേ സംഘനൃത്തത്തിന്റെ വേദി അത് ഒന്ന് വേറെ തന്നെയായിരുന്നു. നടന ഇനങ്ങളിൽ ഏറെ ജനകീയമാണ് സംഘനൃത്തം. കലോത്സവത്തിന്റെ 5ാം നാളിൽ പ്രധാന വേദിയായ നിളയെ ജനനിബിഡമാക്കിയത്
ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തമാണ്. ചടുല ചുവടുവെപ്പുകളും മിന്നിമറിയുന്ന രൂപഭാവങ്ങളാലും നർത്തകിമാർ വേദിയെ കീഴടക്കിയപ്പോൾ സദസ് ആവേശത്താൽ ഇളകിമറിഞ്ഞു. നിള വർണ്ണവസന്തത്തിൽ നിറഞ്ഞൊഴുകി. സമകാലിക പ്രശ്നങ്ങൾ നൃത്തസംഗീത രൂപത്തിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തു. ആവർത്തന സ്വഭാവമുള്ളവയും അരങ്ങിലെത്തിയെങ്കിലും സംഘനൃത്തത്തിൻ്റെ പ്രേക്ഷകരെ അതൊന്നും ബാധിച്ചില്ല. രാവേറെ പിന്നിട്ടപ്പോഴും സംഘനൃത്തത്തിൻ്റെ ചിലമ്പൊലികളാൽ വേദിയും സദസ്സും ഉണർന്നിരുന്നു. കലോത്സവത്തിൻ്റെ 5ാം നാളിലും പ്രധാന വേദിയായ നിളയിൽ ജനസമുദ്രമായിരുന്നു. ജനകീയ നൃത്തയിനമായ നാടോടി നൃത്തം കാണുവാൻ ജനം ഒഴുകിയെത്തുകയായിരുന്നു. ക്യാമറാമാൻ ജിബേഷിനൊപ്പം സണ്ണി ജോസഫ്. ഒരുപാട് മത്സരങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് നിലവാരമുള്ള മത്സരവും നിലവാരമില്ലാത്ത മത്സരങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഈ മോണോ ആക്ട് വേദിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണ പൊതുവിൽ അങ്ങനെ പരാതിയോ പരിഭവമോ പഴിയോ ഒന്നും കേൾപ്പിച്ചിരുന്നില്ല മോണോ ആക്ട്. എങ്കിലും ഇപ്പോഴും കുട്ടികൾ ചില സാങ്കേതികത്വത്തിൽ കിടന്ന്, അതായത് ഒരു കുറ്റിയിൽ കെട്ടിയിട്ട പോലെ കിടന്ന് ചുറ്റിക്കറങ്ങാറുണ്ട്. എക്സ്പ്രഷൻസ്, അത് ഓവർ എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ചെറിയ വിഷയം വലുതോ ഏതോ ചെറുതോ ആയിക്കോട്ടെ, ഗൗരവതരമായ വിഷയങ്ങളൊക്കെ ഏത് ചെയ്താലും ഭാവതലങ്ങൾ ഇങ്ങനെ വലിയ തരത്തിലേക്കൊക്കെ ഭാവവ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും അരോചകമാണത്. കാരണം പഴയ ഒരു തരം മോണോ ആക്ട് സങ്കേതത്തിൽ നിന്ന് അഭ്യസിച്ച ആ കളരിയിൽ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് പലരും. പക്ഷേ വ്യത്യസ്തമായ ഒരുപാട് പെർഫോമൻസും ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന്, നോട്ട് വിഷയമാണ്, സമകാലീന വിഷയമാണല്ലോ പലപ്പോഴും ഇതിലൊക്കെ ഉപയോഗിക്കുക. നോട്ട് വിഷയം വളരെ രസകരമായ ഒരു കുട്ടി അവതരിപ്പിച്ചു. അത് ഏറ്റവും ശ്രദ്ധേയം. കൃത്യമായ ഭാവതലങ്ങൾ, അത് ഈ പറഞ്ഞ അതിഭാവുകത്വങ്ങളൊന്നുമില്ലാതെ വളരെ മാന്യമായി, വളരെ മര്യാദയ്ക്ക്, അങ്ങനെ ലളിതമായ ഭാഷയിൽ പറയാം, നന്നായി ചെയ്തു ഒരു കുട്ടി. നമസ്കാരം. പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ക്യൂ. നിങ്ങൾ ക്യൂവിലാണ്. തള്ളേ മാറി നിക്ക്. തള്ളിക്കൊണ്ട് വന്നിരിക്കണ്. ഓ, അടുത്തവള്. എടി രമണി, ഇന്നലെ ഇവൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പോ എത്രാത്ത കൊടുത്ത് വെള്ളടക്കണെന്ന് കണ്ട. എന്തറിഞ്ഞടി ചറയണ? ഓ നിന്നെ തന്നെ. പിന്നെ നിന്റെ കെട്ടിയോന്റെ വകയല്ലേ പൈപ്പ്. മാറി നിക്കടി അങ്ങോട്ട്. ഓ, തീന്ന് വെള്ളം തീന്ന്. തൃപ്തിയായല്ല എല്ലാവർക്കും. ഇനി എന്തറിഞ്ഞപ്പി കണ്ടോണ്ടിരിക്കണ? എനിക്ക് പോയി തള്ള. മാറി നിക്കല അങ്ങോട്ട്. ആ, നമസ്കാരം സാറേ. ഇതുപോലെ ഡീസന്റ് ആയ ഒരു ക്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യപ്പ, സംയമനം പാലിക്കുക. നെവർ. ഇനി സുനാമി വന്നാലും ഞങ്ങളുടെ ചെങ്കി ജീവനുണ്ടെങ്കിൽ ഈ ക്യൂവിൽ കല്ല് പോലെ കാത്തു നിൽക്കും. അയ്യോ സാറേ, ഷട്ടറടല്ലേ സാറേ, എനിക്ക് ഒരു തുള്ളി തന്നിട്ട് പോലെ സാറേ, ഷട്ടറടല്ലേ സാറേ. സാറേ, ഇത് എന്തൊട്ട് ക്യൂ ആണ് ബ്രോ. വമ്പ സീനാണല്ല. ഒരു സെൽഫി എടുക്കാം. ചങ്ക് ബ്രോ, നൈസ് എടുത്ത് നീങ്ങുന്നേ കുറച്ചുകൂടെ. അപ്പൊ ഒളിച്ച് മീ ആൻഡ് മൈ ഡ്യൂട്ട്സ് ഇൻ ATM ക്യൂ. ഇതാരണപ്പാ. ഹലോ ഹലോ, ക്യൂവിൽ നിന്ന് വിഷമിക്കുകയാണോ നിങ്ങൾ? ഞാൻ സൗമ്യ, എറണാകുളത്ത് ബികോമിന് പഠിക്കുന്നു. എന്നോടൊപ്പം ചാറ്റ് ചെയ്യണമെങ്കിൽ 4 അമർത്തുക. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഈ മനോഹരമായ ഗാനം കേൾക്കാൻ 2 അമർത്തുക. എന്റെ പൊന്ന് സീന്, മനുഷ്യൻ ഇവിടെ കിളി പോയി നിക്കാണിട്ടാ. അപ്പോഴാണ് അവക്കടെ 4. മോനെ, പെൻഷൻ വാങ്ങാൻ വന്നതാ. വയസ്സായവര് ക്യൂവില് നിക്കണോ? നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കിന് മുന്നിലെ ക്യൂവിലാണ്. ക്യൂവിൽ നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ കുഴഞ്ഞു വീണിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ക്യാമറ ക്ലോസ് ചെയ്യും. പറയൂ അപ്പൂപ്പ, താങ്കൾക്ക് എന്താണ് പറയുന്നത്? പറയൂ പ്ലീസ്. ഞാൻ റിപ്പോർട്ട് ചെയ്തോട്ടെ. പറയൂ. ക്ഷമിക്കണം, അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലൈവ് ദൃശ്യങ്ങൾ ഞങ്ങളുടെ ചാനൽ മാത്രമാണ് എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ ഈ ക്യൂവിലൊന്ന് നിന്നോട്ടെ സാറേ. എന്റെ ഓപ്പറേഷനായിട്ട് ആശുപത്രിയിലാണ് സാറേ. സാറേ, എനിക്ക് മരുന്നൊക്കെ ഒന്ന് പെട്ടെന്ന് വേണം. കാശ്
എൻ്റെ പുതിയ നോട്ടൊന്നുമില്ല സാറേ. മെഷീനിലാണെങ്കിൽ കാശുമില്ല സാറേ. കാർഡും ഇല്ല സാറേ. അങ്ങനെ പറയല്ല സാറേ. ഞാൻ ആരുടെങ്കിലും ചോദിച്ചോക്കട്ടെ സാറേ. ആരെങ്കിലും എനിക്ക് കുറച്ച് കാശ് തരല്ലേ ചേട്ടാ? ആരെങ്കിലും എനിക്ക് കുറച്ച് കാശ് തരണ്ടേ? അല്ലെങ്കിൽ മരുന്നെങ്കിലും ഇതാ ഡോക്ടറെ. കാശില്ലാത്തോണ്ട് അവര് മരുന്ന് തന്നില്ല. ഡോക്ടർ ഒന്ന് വിളിച്ചു പോലെ കാശില്ലാത്തോണ്ട് അവര് മരുന്ന് തന്നില്ല. പോലെ പോലടാ സഹോദരന്മാരെ, സഹോദരികളെ, അടുത്ത മാസം കാണാം. വേദി 1-ൽ മോണോ ആക്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരാർത്ഥികൾ ചെസ് നമ്പർ കൈപ്പറ്റി ക്യൂവിൽ നിൽക്കേണ്ടതാണ്. പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ദി ക്യൂ. ATM-ന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഗാന്ധിജിയെ നോക്കി ഗോഡ്സെ കാറിലിരുന്ന് ചിരിക്കുന്നു. പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ദി ക്യൂ. പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ദി ക്യൂ. നിങ്ങൾ ക്യൂവിലാണ്. നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ് എന്ന് ഇപ്പോൾ ബോധ്യമായില്ല. ഇതാണ്, ഇങ്ങനെ മനോഹരമായ ഒരുപിടി മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ കലോത്സവം. അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അരോചകമായ മത്സരങ്ങൾക്കപ്പുറം നല്ല മത്സരങ്ങൾ, നല്ല കലാപ്രകടനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് നമ്മളെപ്പോഴും ഓർത്തു വെക്കുക. ഒരുപക്ഷെ നാളെ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇവരെ കണ്ടുമുട്ടും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ കലോത്സവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കലോത്സവ വേദിയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് എന്തായിരിക്കും കാര്യമുണ്ട്. അത് കാര്യമുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റും ഒപ്പം തബല വിദ്വാനുമായ സന്തോഷ് ബെൻ. തബലവാദനത്തിന് 2 ശിഷ്യന്മാരുമായാണ് സച്ചിൽ ബെൻ എന്ന 23-കാരൻ കണ്ണൂരെത്തിയത്. മത്സരം കഴിഞ്ഞ് മടങ്ങുന്നത് 2 A ഗ്രേഡുമായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ അശ്വിനും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശരത് കൃഷ്ണനും. കലോത്സവത്തിൽ 2007 മുതൽ 5 വർഷം മത്സരാർത്ഥിയായി സച്ചിൽ എത്തിയിരുന്നു. 2 തവണ 2ാം സ്ഥാനവും 3 തവണ 3ാം സ്ഥാനവും. തുടർന്നിപ്പോൾ 3 വർഷമായി പരിശീലകന്റെ വേഷത്തിലാണ് വരവ്. 5 കൊല്ലമായിട്ട് ഞാൻ സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശിഷ്യന്മാരായിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ട് വരുന്നുണ്ട്. ഇത്തവണ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്കും നമുക്ക് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റിലും A ഗ്രേഡ് ഉണ്ട്. ഒറ്റപ്പാലം വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി നോക്കുന്നത്. ഒഴിവു ദിനങ്ങളിൽ തബല പരിശീലകനായും. ക്യാമറാമാൻ ജയൻ കല്ലേശ്ശേരിക്കൊപ്പം AK ലതീഷ്. ആടുതോമ അരങ്ങിലെത്തിയ ഒരു കലോത്സവം കൂടെയായിരുന്നു ഇത്. എന്ന് വെച്ചാൽ നാടക മത്സരത്തിൽ, അതായത് വിവിധ പ്രമേയങ്ങൾ കുട്ടികളിങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ, അതിൽ ആടുതോമയുടെ ഇതടക്കമുള്ള സിനിമയിലെ മനോഹരമായ മുഹൂർത്തങ്ങളടക്കം കുട്ടികൾ പ്രമേയമാക്കി. പൊതുവെ നിലവാരം പുലർത്തിയ മത്സരങ്ങളായിരുന്നു ഇത്തവണ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നാടക മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആടുതോമ എന്ന നായക കഥാപാത്രത്തിലൂടെ നടൻ മോഹൻലാൽ പ്രേക്ഷക പ്രശംസ നേടിയ ചലച്ചിത്രമാണ് സ്ഫടികം. ഇതിലെ ചാക്കോ മാഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി കോട്ടയം ജില്ലയിലെ പരണങ്ങാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കണക്കുപെട്ടി കാണികളുടെ കയ്യടി നേടി. സിനിമയിൽ ആടുതോമയ്ക്കാണ് പ്രാധാന്യമെങ്കിലും കണക്കുപെട്ടിയിൽ ചാക്കോ മാഷാണ് നിറഞ്ഞു നിൽക്കുന്നത്. കർക്കശക്കാരനായ ചാക്കോ മാഷുടെ വേഷം ആതിര ജോസ് മികവുറ്റതാക്കി. ചാക്കോ മാഷുടെ കണക്കിൻ്റെ തത്വശാസ്ത്രമാണ് ജീവിതത്തിൽ ശരിയെന്നാണ് കണക്കുപെട്ടിയുടെ സന്ദേശം. സംവിധായകൻ അനൂപ് വാസു. ചാക്കോ മാഷിൻ്റെ ഭാഗമാണ് ശരി എന്ന് എനിക്ക് തോന്നി. കാരണം 13 വയസ്സായ പയ്യന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു ആയിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. സ്വന്തമായിട്ട്
അറിവാകുന്നവരെ അനുസരിക്കുക എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് എന്നുള്ളതാണ്. ആദ്യം അറിയാവുന്നവരൊന്ന് അനുസരിക്കുക എന്നുള്ളതാണ് തോന്നിയത്. കണക്കാണ് മെയിൻ. പ്രകൃതിയും പരിസ്ഥിതിയും പ്രമേയമായ നാടകങ്ങളും അരങ്ങേറി. ഓന്ത് നാടകം ഈ വിഭാഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. നർമ്മത്തിലൂടെ കാര്യം പറയുന്ന മീശ നാടകവും പ്രേക്ഷകരെ രസിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തേക്കാൾ ഹൈസ്കൂൾ നാടകങ്ങൾ ഒരുപടി മുന്നിലാണെന്നാണ് കാണികളുടെ അഭിപ്രായം. വരും തലമുറയുടെ കൈകളിൽ നാടകത്തിൻ്റെ ഭാവി സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ അരങ്ങേറിയ നാടകങ്ങൾ ഓരോന്നും. നിറഞ്ഞ സദസ്സിലാണ് നാടകങ്ങൾ അരങ്ങേറിയത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം സണ്ണി ജോസഫ്. അപ്പോൾ ഇന്നലത്തെ നാടക മത്സരങ്ങൾ അടക്കം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേതായി മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല. 10 മണിയോടുകൂടി വേദി ഉണരുന്ന കാഴ്ചയാണ് കാണാനാവുക. ഇപ്പോൾ പാലക്കാടും കോഴിക്കോടും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 6ആണ്. അതായത് പാലക്കാടിനേക്കാൾ കോഴിക്കോടിനേക്കാൾ 6 പോയിന്റിൻ്റെ വ്യത്യാസമാണ് കോഴിക്കോടിന് നിലവിൽ ഉള്ളത്. എന്തായാലും ആരാണ് കലാകിരീടം ചൂടുക എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോൾ തന്നെ ചർച്ച വളരെ ഗൗരവമായി ഈ കലോത്സവ വേദികളിലൊക്കെ നടക്കുന്നുണ്ട്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കോഴിക്കോട് കിരീടം ചൂടുകയാണ് എങ്കിൽ അത് അവരുടെ 19ാമത് കലാകിരീടം കൂടിയാകും. എന്തായാലും ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കണ്ണൂരിൽ 2007 കണ്ണൂരിനെ പരാജയപ്പെടുത്തിയാണ് കോഴിക്കോട് കലാകിരീടം കൊണ്ടുപോയത്. ഒരുപക്ഷെ അവർക്ക് മധുരപ്രതികാരത്തിനുള്ള ഒരു അവസരം കൂടിയായിരുന്നു, അതുണ്ടായില്ല. എന്തായാലും പാലക്കാട് ആദ്യമായി കിരീടം നേടുന്നത് ഈ ജില്ലയുടെ രൂപീകരണത്തിന് മുമ്പ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് സൗത്ത് മലബാർ എന്ന പേരിലാണ് ആദ്യമായി കലാകിരീടം നേടുന്നത്. കോഴിക്കോട് നല്ല വെല്ലുവിളി തന്നെയാണ് അവർക്ക് ഉയർത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ എപ്പോഴും പറയാറുള്ളത് പോലെ കലയുടെ ഉദാത്തമായ മാതൃക പോലെ അവർ സ്നേഹത്തോടുകൂടി ആ കലാകിരീടം പങ്കിടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തവണ എന്തായാലും തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.